നമസ്കാരം. ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ജൂത വിഭാഗം. അവരെക്കുറിച്ച് യുദ്ധകാലത്തൊക്കെ തന്നെ സജീവമായ ചർച്ച കേരളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. കേരളവുമായിട്ട് ജൂതന്മാർക്ക് എന്തു ബന്ധമാണുള്ളത്? കേരള രാഷ്ട്രീയത്തിൽ എന്തു ബന്ധമാണുള്ളത്? ജൂതന്മാരെക്കുറിച്ച് ഏറെ ഗവേഷണം നടത്തിയിട്ടുള്ള ഡോക്ടർ മോഹൻ വർഗീസ് ഇക്കാര്യം ABC ന്യൂസിന് വേണ്ടി ഒരു പരമ്പര തന്നെ ആരംഭിക്കുകയാണ്. ആദ്യ ലക്കത്തിലേക്ക് സ്വാഗതം. ജൂതന്മാരെന്ന് പറഞ്ഞാൽ അപാര തലയുള്ളവർ എന്നൊരു വിശേഷണം കൊടുത്താലും അതൊരു അതിശയോക്തിയൊന്നുമല്ല. യഹൂദൻ എന്നും ജൂതൻ എന്നും ഇസ്രയേല്യർ എന്നുമൊക്കെ പറയുന്ന വിവിധ പേരുകളിൽ വിളിക്കപ്പെടുന്ന ജൂത സമൂഹം അതൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. ആ ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ മേന്മകളെക്കുറിച്ച് പറയാനോ അവരെ വിമർശിക്കാനോ അല്ല ഈ സീരീസ് ഉപയോഗിക്കുന്നതെന്നാണ് എൻ്റെ ഉത്തമ ബോധ്യം. പക്ഷേ ജൂത സമൂഹത്തെ മനസ്സിലാക്കി വേണം കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത് എന്നതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ വിഷയം ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ പരിഗണിക്കുന്നത്. കാരണം പലപ്പോഴും കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ് സാമുദായികമായി വേർതിരിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രൈസ്തവരും ഹിന്ദു വിഭാഗത്തിലെ ഒരു സെഗ്മെൻറ്റും കടുത്ത ഇസ്രയേൽ പക്ഷപാതിത്വം കാട്ടുമ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നല്ല പങ്ക് ഇസ്രായേൽ വിരുദ്ധ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖാമുഖം നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ജൂതൻ്റെ മുഖം എന്താണ്? ജൂത സമൂഹത്തിൻ്റെ തീരുമാനങ്ങൾ എന്താണ്? ജൂതൻ എന്ന് പറയുമ്പോൾ അവരെല്ലാം സയണിസ്റ്റ് എന്ന അർത്ഥമുണ്ടോ? അതോ സയണിസത്തെ മാറ്റി നമ്മൾ ജൂത സമൂഹത്തെ കുറച്ചുകൂടെ വ്യത്യസ്തമായ രീതിയിൽ നിഷ്പക്ഷമായി കാണേണ്ടതുണ്ടോ? ആ ഒരു അറ്റംപ്റ്റാണ് ഒരു പക്ഷേ ഈ സീരീസിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ നോക്കൂ, 3750 സംവത്സരങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു പ്രയാണം, ഉദ്ദേശം അതായത് BC ഒരു 1750 അടുപ്പിച്ചൊരു കാലഘട്ടം. അത് അബ്രഹാമിൻ്റെ കാലഘട്ടമാണ്. 3 മതങ്ങൾ, ലോകത്തെ പ്രമുഖമായ 3 മതങ്ങൾ, ഒന്ന് ക്രിസ്തു മതം, 2 ഇസ്ലാം, 3 ജൂതമതം. ഈ 3 മതങ്ങളെയും പറയുന്ന പേരാണ് അബ്രഹാമിക മതങ്ങൾ. ആദ്യ പിതാവെന്ന് ഈ 3 വിഭാഗങ്ങളും കരുതുന്ന അവരുടെ കോമൺ ആൻസെസ്റ്ററായ അബ്രഹാം ഇന്ന് ഇറാഖ് കുവൈറ്റ് അതിർത്തിയിലുള്ള ഊർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് യാത്ര തിരിച്ച് അദ്ദേഹം അബ്രഹാം എന്ന വ്യക്തി യഹോവ എന്ന അദ്ദേഹത്തിൻ്റെ ദൈവസങ്കല്പവുമായി താതാത്മ്യപ്പെടുന്ന, അങ്ങനെ അദ്ദേഹത്തിന് വാഗ്ദാനം ലഭിക്കുന്ന ഒരു ഭൂമി ഇസ്രായേൽ എന്നിന്ന് വിളിക്കുന്ന ആ ഭൂമി, പലസ്തീൻ പ്രദേശം, പലസ്തീൻ എന്നും ഇസ്രായേൽ എന്നും ഒക്കെ മാറി മാറി കനാൻ ദേശമെന്നും ഒക്കെ വിവിധങ്ങളായ പേരുകളിൽ വിളിക്കുന്ന ഇന്നത്തെ ജോർദൻ, ഇസ്രായേൽ, സിറിയയുടെ തെക്ക് ഭാഗങ്ങൾ, ഗോലാൻ കുന്നുകൾ, ലെബനൻ, അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്, ഗസ, ഈ പ്രദേശങ്ങളെല്ലാം തന്നെ ഒരു പരിധി വരെ വാഗ്ദത്ത ഭൂമിയായി അബ്രഹാം കരുതി. അബ്രഹാമിൻ്റെ പുത്ര പരമ്പരകളിൽ അദ്ദേഹത്തിന് അബ്രഹാമിൻ്റെ ഭാര്യ സാറ, സാറായുടെ പുത്രൻ, അവരുടെ സന്തതി പരമ്പര, അവരെയാണ് ജൂതൻ എന്ന് വിളിക്കുന്നത്. അതായത് അതേസമയം അബ്രഹാമിൻ്റെ ഒരു ദാസി ഉണ്ടായിരുന്നു, വല്യക്കാരി. ആ ദാസിയിൽ ഉണ്ടായ ഹാഗാർ എന്ന ദാസിയിൽ ഉണ്ടായ ഇസ്മായിൽ എന്ന പുത്രൻ്റെ വംശപരമ്പര വിവിധ രാജ്യങ്ങളായി, വിവിധ ജനതകളായി ചിത്രീകരിക്കുന്നു. അവരെ നമ്മൾ അറബികളെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ എന്നത് ഒരു എൻഡോഗമസ് കമ്മ്യൂണിറ്റിയും അറബികൾ എന്നത് വിവിധ രാജ്യങ്ങളായി. ഇന്ന് നോക്കൂ, ഇസ്രായേലിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ ജോർദാൻ, ലെബനൻ, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, കുവൈറ്റ്, യമൻ, ഒമാൻ, UAE, ഖത്തർ, ഇതെല്ലാം തന്നെ ഏഷ്യൻ രാജ്യങ്ങൾ, പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളാണ്. അതുപോലെ വടക്കൻ ആഫ്രിക്കയിലെ ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ, സുഡാൻ രാജ്യങ്ങളെല്ലാം അറബി രാജ്യങ്ങളാണ്, ഇസ്മായേലിൻ്റെ സന്തതികൾ. അപ്പോൾ അബ്രഹാമിൻ്റെ സാറായിലുള്ള പുത്രൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിൻ്റെ സന്തതികളായ ഇസ്രായേൽ എന്ന ഒറ്റ ജനതയും വിവിധങ്ങളായി ചിതറിപ്പോയ
അറബി ഗോത്രങ്ങളും. ആ ഒരു നറേറ്റീവാണ് പശ്ചിമേഷ്യയും വടക്കൻ ആഫ്രിക്കയും നമ്മൾ കാണുന്നത്. കേരളത്തിൽ നിന്നുകൊണ്ട് ഇത് കാണുമ്പോൾ ഒരു മതപരമായ ഒരു പരിപ്രേക്ഷ്യം അവിടെ വരുന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ പക്ഷം പിടിക്കുന്ന മനസ്സുകൾ, അവിടെ കേരളത്തിൻ്റെ മനസ്സുകൾ പക്ഷം പിടിക്കുമ്പോൾ, ജൂതപക്ഷമോ അറബി ഇസ്ലാമിക പക്ഷമോ പിടിക്കുമ്പോൾ അതിൻ്റെ നിരർത്ഥകത കൂടി ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഈ സീരീസ്. ഒരിക്കലും ഇസ്രായേലിനെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയല്ല, അറബികളെയോ ഇസ്ലാമിക സമൂഹത്തെയോ ഗ്ലോറിഫൈ ചെയ്യാനല്ല. സമൂഹമല്ല അതിൻ്റെ വിഷയം, പക്ക പൊളിറ്റിക്സാണ് ഇതിന് പിന്നിൽ. ഗ്ലോബൽ പൊളിറ്റിക്സിലാണ്. ജൂതനെ മുൻനിർത്തി, ജുഡൈസം മുൻനിർത്തി, സയനിസ്റ്റ് ഭീകരത മുന്നിൽ നിർത്തി മറ്റേതോ ശക്തികൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളുടെ വലിയ ശ്രമം, ആ ശ്രമം തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിയണം. അതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഈ വിഷയം ഇതൊരു ഇപ്പോൾ സംസാരിക്കുന്ന ഒരു ആമുഖമായി മാത്രം കരുതിയാൽ മതിയാകും. പക്ഷെ ഇനിയുള്ള എപ്പിസോഡുകളിൽ വിശദമായി ജൂത സമൂഹം കേരളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിശദമായി ഓരോരോ ഘട്ടങ്ങളായി, ഓരോരോ സെഗ്മെൻറ്റുകളായി പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് ജൂതന്മാർ കേരളത്തിൽ ചെലുത്തിയ സ്വാധീനവും കേരള മനസ്സുകൾ ഇപ്പോൾ ആയിരിക്കുന്നത് എങ്ങനെ എന്നുള്ള കൃത്യമായ വിശകലനവും സാധ്യമാകൂ. നോക്കൂ, ജൂതൻ കേരളമെന്ന് പറയുന്നത് അന്ന് ചേര രാജ്യമാണ്. 2000 വർഷം മുമ്പ് ജീസസ് ക്രൈസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് ഉതിയൻ ചേരലാതൻ എന്ന് പറയുന്ന ഒരു മഹാരാജാവാണ്. ചേര രാജ്യം, സാമ്രാജ്യം. ഇന്നത്തെ അർത്ഥത്തിൽ സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് വലിയ ഗംഭീരമായ ഒരു കാര്യമൊന്നുമല്ല. കുറേ സാമന്തന്മാർ ചേർന്ന ഒരു അധികാര ഘടന. കുരുമുളക് വിറ്റ് ജീവിക്കുന്ന, കുരുമുളക് വാങ്ങാൻ വേണ്ടി കപ്പലുകളിൽ 2000 വർഷം മുൻപും ഇവിടെ ജനമെത്തിയിരുന്നു. അറബികൾ എത്തിയിരുന്നു, റോമാക്കാർ എത്തിയിരുന്നു. ആ കാലഘട്ടത്തിന് മുൻപ് തന്നെ ജൂതൻ ഇവിടെ എത്തിയിരുന്നു എന്നതിൻ്റെ സൂചന ക്രൈസ്തവരുടെ ബൈബിളിൽ കാണാം. ഓഫിറിലും തർശീസിലും പോയിരുന്ന ശലോമോൻ്റെ കപ്പലുകൾ, ഹീരാമിൻ്റെ കപ്പലുകൾ, ഇപ്പോൾ ശലോമോൻ്റെ കാലഘട്ടം, ഹീരാമിൻ്റെ കപ്പലുകൾ, തർശീസ് കപ്പലുകൾ, ഓഫിർ എന്ന് പറയുന്നത് കേരളമാകാനുള്ള സാധ്യതയുണ്ട്. തർശീസ് എന്ന് പറയുന്നതും കേരളമാകാൻ സാധ്യത മാത്രമാണ്. ഇത് ബിൽഡപ്പ് മാത്രമാണ്, സാധ്യത മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ തൈലമൊക്കെ ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ, അത് കറുവപ്പട്ട, കരിവേപ്പില, അതുപോലെ ഇഞ്ചി, ജിഞ്ചിബർ എന്ന് പറയുന്ന ഇഞ്ചി, ഏറ്റവും പ്രധാനമായി ഉള്ളത് യഥാർത്ഥത്തിൽ കുരുമുളക് തന്നെയാണ്, ബ്ലാക്ക് ഗോൾഡ്. അപ്പം അത് ലോകത്തന്ന് വളരുമായിരുന്ന ശലോമോൻ രാജാവിൻ്റെ കാലം, ജൂതന്മാരുടെ രാജാവായിരുന്നല്ലോ ദാവീദ് രാജാവിൻ്റെ മകൻ സോളമൻ, കിങ് സോളമൻ വലിയ ജൂതന്മാർ വളരെ ആവേശത്തോടെ കാണുന്ന രാജാക്കന്മാരാണ് ഈ പറയുന്ന രാജാക്കന്മാർ. അതൊക്കെ ആ കാലഘട്ടം BC 1000 ആണ്ടിനോടടുത്ത കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ തന്നെ കപ്പലുകൾ കര പറ്റി കേരള തീരത്തെ എത്തിയിരിക്കാനുള്ള സാധ്യതയും അന്ന് സുഗന്ധദ്രവ്യങ്ങൾ ചെറിയ തോതിലെങ്കിലും കൊണ്ടുപോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതൊരു ഏർലി സൂചനയാണ്. അപ്പോൾ അന്ന് ഇവിടെ വന്നു പെട്ട ജൂതന്മാർ ഒരു പ്രത്യേക സമൂഹമായി മാറി. അന്ന് കേരളത്തിലുണ്ടായിരുന്ന ആദിദ്രാവിഡ സമൂഹവുമായി ലയിച്ച് ഉണ്ടായ ഒരു ഉപവിഭാഗമാണ് ബെനി ഇസ്രായേലൈറ്റ്സ്, ബെനി ജൂതന്മാർ. അവർ വെളുത്ത ജൂതന്മാരല്ല, ജൂതന്മാരെല്ലാം വെളുത്തിരിക്കും, ജൂതന്മാർക്കെല്ലാം ഗോതമ്പ് നിറമാണ്, ജൂതന്മാരെല്ലാം ഒരു പ്രത്യേക വംശത്തിൽപ്പെടുന്നവരാണ് എന്നത് ഒരു കെട്ടുകഥ മാത്രമാണ്. അതൊക്കെ ഒരു വിശ്വാസ ഘടനകളുടെ ഭാഗമായി മാത്രമാണ്. കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ നോക്കിയാൽ പലയിടത്തും പോയ ജൂതന്മാർ തദ്ദേശ സമൂഹവുമായി ലയിച്ചു ചേർന്നതായി കാണാം. അത് പ്രത്യേകമായി ഈ ദശഗോത്രങ്ങൾ എന്ന് പറയുന്ന നഷ്ടപ്പെട്ടു പോയ ജൂതന്മാരുടെ ഗോത്രങ്ങളുണ്ട്. നെബൂഖദ്നേസറിൻ്റെ സമയത്ത് ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റി, അത് BC 6-ാം നൂറ്റാണ്ടിലാണ്. ആ സമയത്ത് ബാബേൽ പ്രവാസകാലത്ത് എല്ലാ ജൂതന്മാരെയും നെബൂഖദ്നേസർ ഇന്നത്തെ ഇറാഖ്, പെർഷ്യ ആ ഭാഗത്തെ കൊണ്ടുപോയി. ബാബേൽ പ്രവാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ 2 ഗോത്രങ്ങൾ മാത്രമേ തിരിച്ചെത്തിയുള്ളൂ. മറ്റ് 10 ഗോത്രങ്ങൾ, 12 മക്കളായിരുന്നു ഈ ഗോത്രങ്ങളായി ഉണ്ടായിരുന്നത്. അതായത് അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ മകൻ യാക്കോബിന് 12 മക്കൾ. ആ 12 മക്കളിൽ 10 മക്കൾ, ഓരോ മക്കളും ഓരോ ഗോത്രമാണ്. 10 മക്കളുടെ ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അവരിൽ ചിലരാണ് മണിപ്പൂരിലേക്ക്
എത്തിയ മണിപ്പൂരി ജൂതന്മാർ, കേരള ജൂതന്മാരുടെ ഒരു പങ്ക്. കാരണം അവരൊക്കെ അന്നൊക്കെ കേരളം ഒരു തുറയാണ്, കേരളത്തിൽ കടൽ തീരമുണ്ട്. ഇന്നത്തെ പോലെ വലിയ തുറമുഖങ്ങളല്ല എങ്കിൽ പോലും കപ്പലുകൾക്ക് അടുക്കാവുന്ന തുറമുഖങ്ങളാണ്. കരപറ്റി ഓടുന്ന, അറബിക്കടലിൽ കുറുകെ പോകുന്ന കപ്പലുകളല്ല, കരപറ്റി വർഷങ്ങൾ സഞ്ചരിച്ചെത്തുന്ന കപ്പലുകൾക്ക് അടുക്കാവുന്ന ഇടങ്ങളാണ്. അവരിവിടെ വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ തദ്ദേശ വിഭാഗവുമായി ജനിച്ച് സങ്കലനപ്പെട്ട് കുറച്ചുകൂടി ഫെയർ സ്കിൻഡ്, ഡീപ്പ് ഡാർക്ക് സ്കിൻ എന്നതിന് പകരം കുറച്ചുകൂടി വെളുത്ത തൊലിയുള്ള ഒരു വിഭാഗം കേരളത്തിൽ ആദ്യമായി ഉണ്ടായി വന്നതിൻ്റെ പിന്നിൽ ജൂതൻ മാത്രമല്ല എന്ന് ഓർക്കണം. ആ കപ്പലിൽ കയറി വരുന്നത് ജൂതന്മാർ മാത്രമല്ല എന്ന് ഓർക്കണം. അറബികളുണ്ടാകാം, അറബികളാണ് എണ്ണത്തിൽ കൂടുതൽ. ഇതെല്ലാം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു DNA നോക്കിയാൽ ഒരു സങ്കര വിഭാഗമാണ്. ഇപ്പോൾ ആര്യൻ അധിനിവേശം മാത്രമല്ല കേരളത്തിൻ്റെ നിറവ്യത്യാസത്തിന് പിന്നിൽ എന്നതും പ്രത്യേകമായി നോക്കിക്കാണേണ്ടതാണ്. ആ ഒരു വിഭാഗം ബെനി ജൂതന്മാർ തുറകളിൽ മാത്രമാണ്. ഒരുപക്ഷെ മുച്ചിറിപ്പട്ടണം പോലെയുള്ള, മുസിറിസ് പോലെയുള്ള തുറമുഖങ്ങൾ, അതാണ് കൊടുങ്ങല്ലൂർ. ആ തുറമുഖങ്ങളിൽ കച്ചവടം ചെയ്യാനായി, വിദേശ വ്യാപാരം ചെയ്യാനായി പഠിച്ചിരുന്ന ജൂതന്മാരെയൊക്കെ തിരക്കി ആകാം ഒരുപക്ഷെ ക്രിസ്തു ശിഷ്യനായ സെൻറ്റ് തോമസ് ലീഹ വന്നിട്ടുണ്ട് എങ്കിൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. വന്നിട്ടുണ്ട് എങ്കിൽ അവരെ തിരക്കിയാക്കാം. കാരണം അവർ ആരാമ്യ ഭാഷ, ക്രിസ്തു സംസാരിച്ചിരുന്ന, യേശു സംസാരിച്ചിരുന്ന അരാമിക് ഭാഷ സംസാരിച്ചിരുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ അവരെത്തിയിട്ടുണ്ടെങ്കിൽ അവർ സംസാരിച്ചിരിക്കുന്നത് അരാമിക് മാത്രമല്ല, കൊടുന്തമിഴുമാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഭാഷ കൊടുന്തമിഴ് ഭാഷ. കേരളത്തിൻ്റെ ചേര രാജ്യത്തുണ്ടായിരുന്ന ഭാഷ കൊടുന്തമിഴാണ്. പാണ്ഡ്യ നാട്ടിൽ ചെന്തമിഴ് ഒക്കെ ഉണ്ട്. അപ്പോൾ തമിഴിൻ്റെ ഒരു വകഭേദം, അവർക്ക് സംസാരിച്ചിരുന്ന ഒരു ജനത. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പം വംശീയ ശുദ്ധിയെക്കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്ന ആധുനിക മലയാളി അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു മിശ്ര വംശജനായ ഒരു ജനതയാണ് കേരളത്തിൽ ഉള്ളത്. ആ കേരള ജനതയുടെ ഒരു ചെറിയ ഭാഗമെങ്കിലും, അത് ക്രൈസ്തവർ മാത്രമാകണമെന്നില്ല, ജൂതരക്തം ഇൻഡയറക്ട്ലി പേറുന്നവരാണ്. അതതിൻ്റെ ജനിതകമായ ഒരു ഫാക്ടറാണ്. ഞാനിപ്പോൾ ആ ഒരു ഫാക്ടർ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതിനെക്കുറിച്ച് അത്ര ബോധത്തിലല്ല പലപ്പോഴും ഇസ്രായേൽ പിന്തുണയോ ഇസ്രായേൽ വിരുദ്ധതയോ പറയുന്ന പല ആളുകൾ ആ ഒരു ഫാക്ടറെ തമസ്കരിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റ് വന്നു കഴിഞ്ഞു. നമുക്ക് ജനിതക ഘടനകൾ അനുസരിച്ച് ഹ്യൂമൻ വിഭാഗങ്ങളെ മൈഗ്രേഷൻ പാറ്റേൺ അസസ് ചെയ്യാനുള്ള ഇതുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വിവിധ വിഭാഗങ്ങളുടെ DNA ടെസ്റ്റിങ്ങിലൂടെ പലപ്പോഴും അറിയാൻ സാധിക്കും അവരുടെ പൈതൃകം എവിടെയാണ്. മൈറ്റോകോൺട്രിയൽ DNA അനാലിസിസിൽ ഇത് മാതൃത്വമാണ്. മിക്കവാറും എല്ലാം തന്നെ ഇൻഡോഡ്രവീഡിയൻ വിഭാഗങ്ങളാണ്. അതേസമയം പെറ്റേണൽ ആൻസസ്ട്രി ക്യാൻ ബി ട്രേസ്ഡ് ടു സംവെയർ ഇൻ വലിയൊരു വിഭാഗത്തിന് എവിടെയെങ്കിലും മധ്യപൗരസ്ത്യ പ്രദേശത്തെയോ സെൻട്രൽ ഏഷ്യയിലെയോ വെസ്റ്റ് ഏഷ്യയിലെയോ നോർത്ത് ആഫ്രിക്കയിലെയോ ഏതെങ്കിലും പ്രദേശത്തേക്ക് നമ്മുടെ പിതൃജനിതക ഘടനകൾ നീളുന്നു എന്നതുകൂടി വെച്ചുകൊണ്ട് വേണം ജൂതന്മാരോടുള്ള, ഇസ്രായേലിനോടുള്ള കേരളത്തിൻ്റെ മലയാളി മക്കളുടെ നിലപാടുകൾ വിശകലനം ചെയ്യാൻ. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇസ്രായേൽ അനുകൂലമോ ഇസ്രായേൽ വിരുദ്ധമോ ജൂത അനുകൂലമോ ജൂത വിരുദ്ധമോ ആവില്ല. മറിച്ച് യഥാർത്ഥത്തിൽ ജൂതൻ ആരാണ്, ജൂതൻ എന്താണ്, ജൂതനെ എങ്ങനെയാണ് നേരിടേണ്ടത്, എങ്ങനെയാണ് സമീപിക്കേണ്ടത്, ഇസ്രായേൽ എന്ന രാജ്യത്തോടുള്ള നിലപാട് എന്താകണം, ഇസ്രായേൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ നിലപാട് എന്താണ്, അതൊക്കെ നിഷ്പക്ഷമായി കാര്യക്ഷമമായി വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുക എന്നത് തന്നെ ആയിരിക്കണം ഈ ഒരു സീരീസിൻ്റെ പ്രത്യേകമായ ലക്ഷ്യം. അപ്പോൾ ഇതൊരു ആമുഖം മാത്രമാണ്. ഇനി തുടർന്നുള്ള വീഡിയോകളിൽ ഈ മലയാളികൾ അറിയാതെ പോയ ജൂതന്മാരെ പറ്റി കൂടുതൽ അറിയാം. കേവലം ആമുഖം മാത്രം, ബെയർ മിനിമം, ഒരു കർട്ടൻ റൈസർ എന്നതിന് ഉപരിയായി ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ഈ എപ്പിസോഡിൽ ഇല്ല. പക്ഷെ കുറച്ചുകൂടി ആഴത്തിലുള്ള വ്യക്തമായ ഓരോരോ ഡയമെൻഷൻസ് എടുത്തുകൊണ്ട് നമുക്ക് ജൂത സമൂഹത്തെക്കുറിച്ചും കേരള ബന്ധത്തെക്കുറിച്ചും അവലോകനം ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.